ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയാണ് ടീച്ചറുടെ മിടുക്കന്മാരുടെയും മിടുക്കികളുടെയും വിശേഷം? എല്ലാവരും നല്ല ഉഷാറോട് കൂടിയിരിക്കുന്നോ? ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ? ആഹാ, എല്ലാവരും നല്ല കുട്ടികളായിട്ടിരിക്കുകയാണല്ലേ. ഇന്ന് ടീച്ചർ വന്നിട്ടുള്ളത് നമ്മുടെ തർത്തീൽ ക്ലാസ് ആയിട്ടാണ്. അതിനു മുമ്പൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഇഹ്സാനിൽ ഒരു പുതിയ പ്രാർത്ഥന പഠിക്കുന്നുണ്ടായിരുന്നില്ലേ? ഈവനിങ് പ്രേയർ ഓർമ്മയുണ്ടാ? കഴിഞ്ഞ ദിവസങ്ങളിൽ ടീച്ചറുടെ മക്കൾക്ക് പറഞ്ഞു തന്നിരുന്നു. എന്തായിരുന്നു അതിൻ്റെ ആദ്യ ഭാഗം? അംസൈന അലാ ഫിത്രത്തിൽ ഇസ്ലാം വകലിമത്തിൽ ഇഖ്ലാസ്. ഇത്രയും ഭാഗം എൻ്റെ എല്ലാ പൊന്നു മക്കളും നല്ലപോലെ പഠിക്കണം. ഇനി നമുക്കതിൻ്റെ ബാക്കി ഭാഗമൊക്കെ കേട്ട് പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ടീച്ചർ വരും ദിവസങ്ങളിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പം നമുക്ക് തർത്തീലിലേക്ക് തന്നെ പോവാം. നമ്മുടെ കെസ്റിട്ട കൂട്ടുകാരെയൊക്കെ ടീച്ചറുടെ മക്കൾക്ക് എളുപ്പമായി തുടങ്ങിയോ? ഉഷാറാണ് കേട്ടോ. ടീച്ചറുടെ എല്ലാവരും ഉഷാറായി ടീച്ചർക്ക് വീഡിയോ ഒക്കെ അയച്ചു തരണം കേട്ടോ. അപ്പോഴാണ് ടീച്ചർക്ക് കാണാൻ പറ്റുള്ളൂ ടീച്ചറുടെ മക്കൾ എത്രത്തോളം പഠിച്ചു, എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്നൊക്കെ അറിയണ്ടേ ടീച്ചർക്ക് നിങ്ങളെ വീഡിയോയിലല്ലേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ അയച്ചു തരണം. ഇന്ന് ടീച്ചർ പറഞ്ഞു തരുന്ന അക്ഷരം മി. എന്താണ് മി? നമ്മുടെ മർവാനില്ലേ, മൈക്ക് പിടിച്ച് നിൽക്കുന്ന മർവാൻ്റെ അക്ഷരമാണ് എന്ത്? മീം. മീമിന് നമ്മൾ കെസ്റിടുമ്പോൾ മി എന്നാണ് പറയുക. എന്താണ് മി? നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. ആദ്യത്തേത് അ. രണ്ടാമത്തെ അക്ഷരം ഏതാണ്? ടീച്ചർ ഇപ്പോൾ പറഞ്ഞു തന്ന മി. അമീന. പറഞ്ഞു നോക്കിയേ. അമീന. എന്ത് എളുപ്പമാണ് പറയാൻ അല്ലേ? അമീന. അടുത്ത അക്ഷരം ടീച്ചർ പറഞ്ഞു തരാതെ തന്നെ ടീച്ചറുടെ മക്കൾക്ക് പറയാൻ പറ്റുമല്ലോ അല്ലേ? ഏതാണ്? നി. എല്ലാവരും പറയേ നി. നമ്മുടെ നജ്മ നോക്കി നിൽക്കുന്ന നദമോളില്ലേ, നദമോളുടെ നായ്ക്ക് കെസ്റ് വീഴുമ്പോൾ എന്താണ്? നി. എളുപ്പല്ലേ? അങ്ങനെ നമ്മൾ മി പഠിച്ചു, അതുപോലെ തന്നെ നീയും പഠിച്ചു. ഇനി അടുത്ത അക്ഷരമാണ് ഹി. എന്താണ് ഹി? നമ്മുടെ ഹാനിമോൻ്റെ ഓർക്കുന്നില്ലേ? കെട്ടുവള്ളി പോലെയാണെന്നൊക്കെ ടീച്ചർ പറഞ്ഞു തന്നത്. വേറെ രീതിയിലുള്ള ഹായും ടീച്ചർ കാണിച്ചു തന്നിരുന്നു ടീച്ചറുടെ മക്കൾക്ക്. മഴത്തുള്ളി പോലത്തെ ഹായ് ഉണ്ട്, അതുപോലെ തന്നെ കൊക്ക പോലെ നിൽക്കുന്ന ഹായ് ഉണ്ട് അല്ലേ? അപ്പോൾ അടുത്ത അക്ഷരമാണ് ഹി. എങ്ങനെയാണ്? ഹി. പറഞ്ഞു നോക്ക് കേട്ടോ. ടീച്ചറുടെ കൂടെ പറഞ്ഞാൽ മതി. ഹി വെച്ചൊരു കൂട്ടുകാരനെ കാണിച്ചു തരട്ടെ. കണ്ടോ? ഇതാരാണെന്നല്ലേ? ഹിർ എന്ന് വെച്ചാൽ പൂച്ചക്കുട്ടി. കാണുന്നില്ലേ ടീച്ചറുടെ മക്കള്? ഹിർ. നമുക്കിതൊന്ന് വായിക്കാം. ഷഹീദ. ടീച്ചറുടെ മക്കൾ കൂടെ വായിച്ചു നോക്കിയേ. ആദ്യത്തേത് ഷംലമ്മച്ചിയുടെ ഷ. രണ്ടാമത്തെ അക്ഷരമാണ് നമ്മളിപ്പോൾ പഠിച്ച ഹ അല്ലേ? ഹായ്ക്ക് കെസ്റിടുമ്പോൾ ഹി. ഷഹീദ. അടുത്ത കെസ്റിട്ട കൂട്ടുകാരനാണ് വി. എന്താണ്? വി. വലീദിൻ്റെ വായ്ക്ക് നമ്മൾ കെസ്റിടുമ്പോൾ വി. എന്തെളുപ്പല്ലേ പറയാൻ? വി. അടുത്തത്
അവസാനത്തെ കെസ്രിട്ട കൂട്ടുകാരനായ ഈ ഈ നമ്മുടെ യാസിറമ്മോളുടെ യാ ഉണ്ടല്ലോ, യാക്ക് നമ്മൾ കെസ്രിടുമ്പോൾ ഈ എന്നാണ് പറയുക. ഈ ഈ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കെസ്രിട്ട അക്ഷരങ്ങളൊക്കെ ഇവിടെ തീർന്നു അല്ലേ? അപ്പോൾ ടീച്ചറുടെ മക്കൾ നല്ല പോലെ നോക്കണം, എല്ലാ കെസ്രിട്ട അക്ഷരങ്ങളും നല്ല പോലെ പറയാൻ പറ്റുന്നില്ലേ എന്ന്. ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.